ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്നൊരു സംഭാരം ഉണ്ടാക്കിയാലോ? അതും തൈരും മോരും ഒന്നും ചേർക്കാത്ത സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭാരം. ഇതിലേക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്നതാണ്. അത് എത്രയൊക്കെയാണ് ചേർക്കേണ്ടത് എന്നൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയാം കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടിയുണ്ട്, അതും പിന്നെ പറയാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്ന്. മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നാരകത്തിൻ്റെ അധികം മൂക്കാത്ത 2 ഇല ഇട്ട് കൊടുക്കുക. പിന്നെ 3/4 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതാക്കി നുറുക്കിയതാണിത്. പിന്നെ എരിവിന് ഒരു മുളകിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒന്ന് ഫുൾ എടുക്കാം. പിന്നെ 2 കരിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ലെമൺ ജ്യൂസ് വേണം. ഒരു നാരങ്ങയുടെ പകുതിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇത് നല്ല ജ്യൂസുള്ള നാരങ്ങയാണ്, അതുകൊണ്ടാണ് പകുതിയാക്കുന്നത്. നീര് അധികം ഇല്ലാത്ത നാരങ്ങയാണെങ്കിൽ പുളിക്കനുസരിച്ച് എടുക്കുക. ഇങ്ങനെ ഒരു അരിപ്പയിലേക്ക് പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുരുവൊക്കെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റും. കുരു കൂട്ടിയടിക്കുകയാണെങ്കിൽ കഴിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. പിന്നെ വേണ്ടത് ഐസ് ക്യൂബ്സ്. അതും അവരവരുടെ ചോയ്സാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, കഞ്ഞിവെള്ളം. നമുക്ക് ക്ഷീണം ഉണ്ടാകുമ്പോൾ ഇത് ഉപ്പിട്ട് കുടിച്ചാൽ തന്നെ നല്ല എനർജറ്റിക് ആവും. ക്ഷീണമൊക്കെ ആയിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയാറില്ലേ, ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കണമെന്ന്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു സംഭാരമാക്കി കുടിച്ചാൽ ഇതിൻ്റെ എഫക്റ്റ് ഡബിളായിരിക്കും. ആദ്യം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 2 ഗ്ലാസ്സിനുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് 2 ഗ്ലാസ് കഞ്ഞിവെള്ളം അളന്നൊഴിക്കുക. ഇഞ്ചിയും നാരങ്ങ ഇലയും കരിവേപ്പിലയൊന്നും അധികമാവാതെ നോക്കുക. അധികമായിട്ടുണ്ടെങ്കിൽ ഒരു കുത്തണ ടേസ്റ്റ് ആയിരിക്കും, അപ്പോൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് റെഡിയായി. ഇനി ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സംഭാരം കേട്ടോ. കഞ്ഞിവെള്ളമാണെന്ന് ആരും പറയില്ല. കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിച്ചാൽ തന്നെ ക്ഷീണത്തിന് നല്ലതല്ലേ. അപ്പോൾ പിന്നെ ഇഞ്ചിയും നാരങ്ങ നീരും ഒക്കെ ചേരുമ്പോൾ ഡബിൾ എഫക്റ്റ് ആയിരിക്കും. ഞാൻ ഇതിനു മേലെ കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഭംഗിക്ക് വെറുതെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ നാരങ്ങയില ഇല്ലാത്തവർ വിഷമിക്കേണ്ട. അതിന് പകരം എല്ലാം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ച തൊലിയില്ലേ, അതൊന്ന് ഇട്ട് ഒന്ന് പൾസ് ചെയ്യുക, അരയ്ക്കരുത്, അപ്പോൾ കയ്പ്പരസം വരും. അങ്ങനെ നാരങ്ങത്തൊലി ഇട്ട് പൾസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് കുടിക്കും വേണം, അല്ലെങ്കിൽ അതിരിക്കും തോറും കഴിക്കും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയണതല്ല. എല്ലാവരും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ബൈ.